കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും വലിയ അടിയായിരുന്നു. അതിനാൽ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നു കുടുംബങ്ങൾക്കെല്ലാം. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാന കൃഷ്ണയായിരുന്നു. അമ്മൂമ്മയെ അടിക്കാൻ അഹാന ശ്രമിച്ചുവെന്നും മറ്റു കുട്ടികളെ സഹോദരിമാർക്കൊപ്പം ചേർന്ന് ബുള്ള് ചെയ്തു എന്നാണ് ആരോപണങ്ങളും നടിക്ക് എതിരെ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഈ ആരോപണങ്ങൾക്കെല്ലാം പുതിയ കുറിപ്പിലൂടെ അഹാന മറുപടി നൽകുന്നു. എല്ലാ ആരോപണങ്ങളെയും ഇല്ലാതാക്കാൻ പാകത്തിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നാണ് അഹാന പറഞ്ഞത്. നടിയുടെ വാക്കിലൂടെ തുറന്ന് വായിക്കാം. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് ഞാൻ മുത്തശ്ശിയെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന അവകാശവാദമായിരുന്നു. അത് പൂർണ്ണമായും അസത്യമാണ്. അവർ പരാമർശിക്കുന്ന സംഭവം എൻ്റെ മുത്തച്ഛൻ മരിച്ച് 2 മാസത്തിനു ശേഷം ഞങ്ങൾ അവസാനമായി കണ്ടുമുട്ടിയ ദിവസമാണ്. അന്ന് എൻ്റെ അമ്മയും സഹോദരിയും ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും ഞാനും ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അമ്മൂമ്മയെ സന്ദർശിക്കുകയായിരുന്നു. അതിനു മുമ്പും ഒരിക്കലും നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ നടന്നതായി അമ്മൂമ്മ പലവട്ടം പറഞ്ഞിട്ടുള്ളതായി. അത്തരം ചില സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു പതിവായിരുന്നു. ആ ദിവസത്തെ കൂടിക്കാഴ്ചയ്ക്ക് മുഴുവൻ ദൃശ്യങ്ങളും ഞങ്ങളുടെ കയ്യിൽ വശമുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയ നിമിഷം മുതൽ തിരികെ മടങ്ങുന്ന നിമിഷം വരെ. ആ റെക്കോർഡിംഗ് അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി കാണിച്ചു തരുന്നു. ഈ രണ്ടുപേരും ചേർന്ന് എനിക്കെതിരെ മറ്റ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവയൊന്നും സത്യമല്ല. യഥാർത്ഥ സത്യം സന്ദേശങ്ങളാണെങ്കിലും ശബ്ദസദൃശ റെക്കോർഡിങ്ങിലും സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് തെളിയിക്കേണ്ട ദിവസം ഒരിക്കലെങ്കിലും വന്നാൽ അത് ഞാൻ ചെയ്യാൻ മടിക്കില്ല. എൻ്റെ ബന്ധു ഈ സംഭവങ്ങളൊന്നും പുറത്തുനിന്ന് കണ്ടിരുന്ന ഒരാളായിരുന്നില്ല. ഞങ്ങൾക്കൊപ്പം തന്നെയാണ് അവർ ഇതെല്ലാം അനുഭവിച്ചത്. അമ്മൂമ്മയുമായുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും നേരിടേണ്ടി വന്നു. ആ സാഹചര്യങ്ങൾ അവർക്കും, അതായത് തൻവി അസഹനീയമായപ്പോൾ പിന്തുണയായി അവർ ഞങ്ങളെയാണ് സമീപിച്ചത്. ഒരു നിബന്ധനയും ഇല്ലാതെ ഞങ്ങൾ അവർക്കൊപ്പം നിന്നു. ഒരു സ്വകാര്യ സംഭാഷണങ്ങൾക്കെല്ലാം പശ്ചാത്തലം അതായിരുന്നു. എന്നിട്ടും മുഴുവൻ യാഥാർത്ഥ്യങ്ങളും അറിഞ്ഞിരിക്കെ ഭർത്താവ് മരിച്ച ശേഷം ഒരു വയോധികയെ ഉപേക്ഷിച്ച കുടുംബമാണ് ഞങ്ങളെന്ന തരത്തിൽ ലോകത്തിനു മുമ്പിൽ ഞങ്ങളെ ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. എനിക്കെതിരെ കെട്ടിച്ചമച്ച ഓരോ വ്യാജക്കഥയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൊളിച്ചെഴുതാൻ കഴിയുന്ന എണ്ണമറ്റ തെളിവുകളുണ്ട്. അവയെല്ലാം ഞാൻ പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാൽ ഇന്ന് പലരും പുലർത്തുന്ന അഭിപ്രായങ്ങൾ പലതും അതേ വേഗത്തിൽ മാറുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ അമ്മൂമ്മയുടെ വാക്കുകളെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു. ഒരു കൊച്ചുമകളിൽ നിന്ന് പ്രതീക്ഷിച്ചതിനപ്പുറം അവർക്കായി ഞാൻ ചെയ്തതായിരുന്നു ഞാൻ. ഇനി മുതൽ എൻ്റെ അമ്മൂമ്മയെ പരിചരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല.